السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. فأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ഈ മുബാറക്കായ സ്ഥാപനത്തിൻ്റെ ആദരണീയ നേതൃത്വം, മഹാനായ ഷേഖുന അർമിയ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള അവരുടെ തസറുഫാത്തിൽ ഉൾപ്പെട്ട് അവരുടെ ആത്മീയ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് അവരുടെ ബറക്കത്ത് സിദ്ധിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അർഹമുർറഹീമായ റബ്ബ് മഹാനായ ഷേഖുനയുടെ മദദ് വർഷിക്കുന്ന സദസ്സാക്കി ഇതിനെ കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിലും മരണവേളയിലും ഖബറിലും മഹ്ശറിലും സിറാത്തിലും നമുക്ക് വെളിച്ചം നൽകുന്ന സദസ്സാക്കി ഇതിനെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ, നമ്മൾ വളർന്നു കാണാൻ വേണ്ടി ആഗ്രഹിച്ചവർ, ഇവരുടെയൊക്കെ ഖബറുകളിലേക്ക് അർഹമുർറഹീമായ റബ്ബ് ഈ സദസ്സിനെ, നമ്മൾ ഈ പങ്കെടുത്തതിനെ പ്രകാശമാക്കി എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ആത്മീയമായ സഹായം അല്ലാഹു നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും, ഫിത്നകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, ലലാലത്തിൽ നിന്നും, ബിദ്അത്തിൽ നിന്നും, കുഫറിൽ നിന്നും, ശിർക്കിൽ നിന്നും അർഹമുർറഹീമായ റബ്ബ്, ഖഹാറായ റബ്ബ്, ഗഫാറായ റബ്ബ് നമുക്കും ഈ സമുദായത്തിനും കാവല് തരട്ടെ, രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ശബ്ദത്തിന് 1-2 ദിവസമായി പ്രശ്നമുള്ളത് കൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. എങ്കിലും ഈ മുബാറക്കായ സദസ്സിൽ ബറക്കത്ത് പ്രതീക്ഷിച്ചെത്തിയിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ ബറക്കത്ത് പ്രതീക്ഷിച്ചാണ് 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇവിടെ നമ്മുടെ അഭിവന്ദ്യരായ നേതാക്കൾ വരാനിരിക്കുകയാണ്. അവരെ പ്രതീക്ഷിച്ചുകൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അവരൊന്ന് കാണണം, അവരുടെ ദുആയിലൊന്ന് പങ്കെടുക്കണം, അവരുടെ അനുഗ്രഹം കിട്ടണം, അവരെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു രക്ഷപ്പെടുന്നവരെ കുറിച്ച്, അള്ളാഹു സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച്
വളരെ വ്യക്തമായി പല സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും ആഖിറത്തെ ലക്ഷ്യീകരിച്ച് പടച്ചോന്റെ പ്രീതി കാംക്ഷിച്ച് നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്താൽ, അങ്ങനെയുള്ളൊരു കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ് ഈ സ്ഥാപനം. ആഖിറത്തെ പ്രതീക്ഷിച്ച് മാത്രം ഒരു സ്ഥാപനമുണ്ടാക്കി ഐത്താമുകൾക്ക്, യത്തീമക്കൾക്ക് സംരക്ഷണം ഒരുക്കിയ ഒരു മഹാന്റെ ആണ്ട് ദിനത്തിലാണ് നമ്മൾ അവരുടെ തസറുഫാത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിച്ച് എത്തിച്ചേർന്നിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആഖിറത്തെ ഉദ്ദേശിച്ച് മാത്രം ആ മഹാനെ കണ്ടവർക്കൊക്കെ അറിയാം, ആ മുഖം വിളിച്ചു പറയുന്നുണ്ട് ആഖിറമല്ലാതെ ആ മഹാന് മറ്റൊരു ലക്ഷ്യമില്ലെന്ന്. അത്രത്തോളം ഈമാൻ സ്ഫുരിച്ചു നിന്ന, ഈമാൻ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി പ്രഭാവമായിരുന്നല്ലോ മഹാൻ. പരിശുദ്ധ ഖുർആൻ പറയാണ്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. മുഅ്മിനായിരിക്കെ, ഈമാൻ ഉണ്ടായിരിക്കെ, ആദർശം ക്ലിയർ ആയിരിക്കെ, അഖീദ സത്യസന്ധമായിരിക്കെ ആഖിറത്തിന് വേണ്ടി ആരെങ്കിലും പണിയെടുത്താൽ, ആദർശം ഇല്ലാതെ പണിയെടുത്തിട്ട് കാര്യമില്ല, അഖീദ ശരിയാകാതെ പണിയെടുത്തിട്ട് കാര്യമില്ല, ഈമാനില്ലാതെ എത്ര ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. മൂടില്ലാത്ത ബക്കറ്റിൽ വെള്ളം കോരിയ പോലെയാകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അടിഭാഗമില്ലാത്ത ബക്കറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോരിയാലും വെള്ളം കോരിയാലും വെള്ളം കോരിന്ന് പറയാന്നല്ലാതെ, ഞാൻ ശ്രമിച്ചു എന്ന് പറയാന്നല്ലാതെ ഒരു തുള്ളി വെള്ളം നിലക്കെത്തൂല. അതാണ് വഹുവ മുഅ്മിൻ. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ. ആഖിറത്തിന് വേണ്ടി ആരെങ്കിലും പണിയെടുത്താൽ വഹുവ മുഅ്മിൻ, ഈമാൻ ഉണ്ടായിരിക്കെ, ആദർശം ക്ലിയർ ആയിരിക്കെ, ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു മഖ്ബൂലാക്കുന്നതാണ്, മബ്റൂറാക്കുന്നതാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാഹു അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് മഹാനായ ശൈഖുനയോടുള്ള സ്നേഹം, അത് ആഖിറത്തിൽ നമുക്കൊരു തുണയായി കിട്ടണം. നമുക്ക് മരിക്കണ നേരത്തെ അത് വെളിച്ചായി കിട്ടണം. ആ ഖബറിൽ നമുക്ക് അതിന്റെ വെളിച്ചം കിട്ടണം. മഹ്ശറിൽ അതിന്റെ വെളിച്ചം നമുക്ക് കിട്ടണം. സിറാത്തിൽ അതിന്റെ ഉപകാരം നമുക്ക് കിട്ടണം. അത് ആഗ്രഹിച്ചെത്തിയവരാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഫഉലൈക കാന സഅയുഹും മശ്കൂറാ. അങ്ങനെ ആരെങ്കിലും ആഖിറത്തെ ലക്ഷ്യീകരിച്ച് പണിയെടുത്താൽ അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി വനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ. പരിശുദ്ധ ഖുർആൻ. നാളെ നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു കാലം സമയം വരുന്നുണ്ടല്ലോ. നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ടല്ലോ. നന്മക്ക് അല്ലാഹു ഒരു വെയിറ്റ് കൊടുക്കും, തിന്മകൾക്കും അല്ലാഹു വെയിറ്റ് കൊടുക്കും. ഇവിടെ വന്നിരിക്കുന്നതിന്, ശൈഖുനെ പ്രേമിച്ചതിന്, ഈ ആണ്ടിന് പങ്കെടുത്തതിന് ഒരു ഖനമുണ്ട്, ഒരു വെയിറ്റ് അല്ലാഹു നൽകുന്നുണ്ട്. അത് നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് ആ വെയിറ്റ് കൂടലും കുറയലും. അല്ലാഹു നല്ല ഖനമുള്ള അമലാക്കി ഇതിനെ കബൂൽ ചെയ്യട്ടെ. ആമീൻ. തിന്മകളും അങ്ങനെ തന്നെ. ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് അല്ലാഹു ഒരു കനം കൊടുക്കുന്നുണ്ട്. ഈ കനങ്ങളൊക്കെ ലാസ്റ്റ് ആഖിറത്തിൽ തൂക്കപ്പെടും. അതിൽ കനം കൂടിയത് നന്മയാണെങ്കിൽ ഇലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിലാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. തിന്മയാണ് കനം തൂങ്ങിയതെങ്കിൽ ഇലന്നാർ, ആ വ്യക്തി നരകത്തിലേക്കാണ്
അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിന്മ കനം കുറയാനും നന്മ കനം കൂടാനുമാണ് മുഅ്മിന് പണിയെടുത്തുകൊണ്ടിരിക്കുക. മുഅ്മിനിന്റെ ശ്രമം അതാണ്. കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ. ഉള്ള കാലത്ത് നമ്മുടെ ജീവിതം ഒരു ബർക്കത്തുള്ളതാകണം. മഹാന്മാരോടുള്ള ബന്ധം അത് നമ്മെ ബർക്കത്തുള്ളതാക്കാൻ സഹായിക്കും. മഹാനായ ശംസുൽ ഉലമ നഫറല്ലാഹു മർഖദഹു, അല്ലാഹു അവരെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരൊക്കെ അതുകൊണ്ടാണ് മഖ്ബറകളിലേക്ക് നിരന്തരം സിയാറത്തിന് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവരെ മദത് കിട്ടാൻ മഖ്ബറകളിലേക്ക് പോയി മമ്പുറത്തും ഷെയ്ഖ് പള്ളിയിലും പോകാതെ ഒരു സമസ്തന്റെ സമ്മേളനവും ഷെയ്ഖുന് നേതൃത്വം കൊടുത്തിട്ടില്ല, ശംസുലുലമ നേതൃത്വം കൊടുത്തിട്ടില്ല. മമ്പുറത്ത് പോയി പറയും ഞങ്ങളെ സമ്മേളനം ഉണ്ട്, അത് വിജയിപ്പിച്ച ഷെയ്ഖ് പള്ളിയിൽ പോയി പറയും സമ്മേളനത്തിന് പോവാണ്, വിജയിച്ചു കിട്ടണം, ഇവിടുത്തെ ഇടപെടൽ ഉണ്ടാകണം. ഇത് പറഞ്ഞിട്ടാണ് ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു സമ്മേളനം നടത്തിയത്. അപ്പൊ അതാണ് സമസ്തന്റെ പാരമ്പര്യം, അതാണ് സമസ്തന്റെ പാരമ്പര്യം. മഹാനായ അർമിയ ഉസ്താദ് മുശാവറയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? മഹാനായ ശംസുൽ ഉലമ ഒരു വിമാനത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അർമിയ ഉസ്താദിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആ വിമാനത്തിലേക്ക് കയറിപ്പോകുന്നു. ഇതാണ് സ്വപ്നം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശംസുൽ ഉലമയുടെ കത്ത് അർമിയ ഉസ്താദിന് കിട്ടി, നിങ്ങൾ മുശാവറയുടെ ഭാഗമായി മാറണം. അങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമയുടെ ക്ഷണപ്രകാരം അർമിയ ഉസ്താദ് മുശാവറയിൽ എത്തുന്നത്. ആലോചിച്ച് നോക്കി, അതിനൊക്കെ ഗൗരവം എത്ര! അതൊക്കെ ഒരു നിസ്സാര സംഗതിയാണ്. ഇന്ന് മുശാവറ എന്ന് പറയുമ്പോഴേക്കും പുച്ഛിച്ച് തള്ളുന്ന അലിഫ് എന്ന് മര്യാദക്ക് എഴുതാൻ കഴിയാത്ത ആളുകൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അലിഫും ബാവും തിരിയാത്തോല് മുശാവറ കളിയാക്കാണ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശംസുൽ ഉലമ കത്തെഴുതാണ്, നിങ്ങൾ ഈ മുശാവറിന്റെ ഭാഗമാകണം. അങ്ങനെയാണ് മഹാനവർകൾ മുശാവറയിൽ ചേരുന്നത്. അവസാനം വെയ്യാതെ കെടുക്കുമ്പോഴും മുശാവറ കൂടുമ്പോ ക്ഷണം വരും. അപ്പൊ പറയും എനിക്ക് വെയ്യ, എന്നാലും ഞാൻ അവിടെ വരണല്ലോ. അങ്ങനെ വീൽ ചെയറിലാണ് അവസാന സമയത്ത് മുശാവറയിൽ പങ്കെടുത്തത്. അല്ലാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എത്ര പ്രയാസപ്പെട്ടാണ് അവര് സമസ്ത കെട്ടിപ്പടുത്തത്, എത്ര പ്രയാസപ്പെട്ടാണ് അവര് സമസ്തക്ക് ഖിദ്മത്ത് എടുത്തത്. അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ ബഹുമാനിക്കണം, അത്രേ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ തട്ടിക്കൊട്ടരുത്, അത്രേ പറഞ്ഞുള്ളൂ. ആ സമസ്തയെ കളിയാക്കരുത്, അത്രേ പറഞ്ഞുള്ളൂ. അതിനാണ് ഈ സ്ഥാപനം, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഇവിടെ പഠിപ്പിക്കുകയുമില്ല, അതല്ലാതെ ഇവിടെ പഠിപ്പിക്കൂല. അതിനാണ് ഇവിടെ കഠിനാധ്വാനം ചെയ്തത്. അള്ളാന്റെ ദീന് അഹ്ലു സുന്നത്തി വൽ ജമാഅ ഒരു പൊടി വിട്ടുവീഴ്ച ചെയ്യാതെ പഠിപ്പിക്കപ്പെടണം. അതിനിവിടെ ആളുകളുണ്ടാവും. അത് എത്ര ആഹ്റുസമാനാകുമ്പോ കണ്ടമാനം എതിർപ്പുകൾ വരും. പക്ഷേ ഒരു സംഘം ആൺകുട്ടികൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, നമ്മളെ മക്കളെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ഈ തലമുറ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. നമ്മൾ ദ്വാരന്നുകൊണ്ടിരിക്കണം. ലാഹിരീന അലൽ ഹഖ്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘം ദീനിന് വേണ്ടി എക്കാലത്തും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ദീന് സംരക്ഷിക്കപ്പെടും. നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലും ദീന് സംരക്ഷിക്കപ്പെടും. നമ്മൾ കഴിച്ചിലാകാനാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ദീന് കഴിച്ചിലാകാനല്ല. ദീന് കഴിച്ചിലാകാനല്ല. ഞാൻ ഈ ദീന് സംരക്ഷിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞ ഉറപ്പാണ്. അത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറഞ്ഞ ദീന് ഞാൻ കാക്കുന്ന, നിങ്ങൾ ആര് സഹായം എനിക്ക് വേണ്ടാന്നാ. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. സുന്നത്ത് ജമാഅത്തിനെ ഞാൻ കാക്കുമെന്ന് അള്ളാഹ് പറഞ്ഞതാണ്. അള്ളാഹ് പറഞ്ഞത് ഇന്നാ ലഹു ലഹാഫിദൂൻ,
പരിശുദ്ധ ദീനിനെ, കറക്റ്റ് ആശയത്തെ, ആദർശത്തെ ഞാൻ സംരക്ഷിക്കും എന്ന് അള്ളാഹ് പറഞ്ഞതാ. പിന്നെന്തിനാ നമ്മൾ ഖിദ്മത്തെടുക്കണം? നമ്മൾ കഴിച്ചിലാകാൻ. അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവര് വലിയ ഈമാന്റെ ഒരു വലിയ ലോകമായിരുന്നു മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആസിമിനെ കണ്ടു പഠിച്ചോളി എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും വലിയ സ്വഹാബിയാണ്. ഈ സ്വഹാബി ബദറിൽ പങ്കെടുത്തു, ഈ സ്വഹാബി ഉഹദിലും പങ്കെടുത്തു. അങ്ങനെ ഉഹദില് ശത്രുക്കളിൽപ്പെട്ട വലിയൊരു സംഘത്തെ മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വധിച്ചു. ദീനിനു വേണ്ടി വധിച്ചു അവരെ. അപ്പോ ആ കൂട്ടത്തില് സുലാഫ എന്നൊരു പെണ്ണിന്റെ 3 മക്കളെയും ഭർത്താവിനെയും ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വധിച്ചു ഉഹദ് യുദ്ധത്തിൽ. സുലാഫ എന്ന പെണ്ണിന്റെ 3 മക്കളെ, ഭർത്താവിന്, ഒരു പെരിന്ന് 4 ആളെ നിരത്തങ്ങോട്ട് വെട്ടി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ. ഇതങ്ങോട്ട് കണ്ടപ്പോൾ മക്കള് പെടഞ്ഞു കിടക്കുക, ഭർത്താവ് മരിച്ചു പോയിരിക്കുക. ഈ ഒരവസ്ഥ സുലാഫ കണ്ടപ്പോ ഉഹദ് കഴിഞ്ഞിട്ട് സുലാഫ ജനങ്ങളോട് പറഞ്ഞ്, മുശ്രിക്കീങ്ങളോട് പറഞ്ഞ്, എന്റെ മക്കളെ കൊന്ന, എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എനിക്ക് എടുത്തു കൊടുന്നേരാ ചോദിച്ചു. എന്റെ 3 മക്കളെ, എന്റെ ഭർത്താവിനെ കൊന്ന ആസിമിന്റെ തല ഏത് ആൺകുട്ടിയാണ് എടുത്തു കൊടുന്നേരാ ചോദിച്ചു. ആ തല അങ്ങോട്ട് കൊടുന്നാലേ ആ തലന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ വലിച്ചിട്ട് കണ്ട് അതിന്റെ ഉള്ളിലേക്ക് കള്ളു പാർന്നിട്ട് ഞാൻ കുടിക്കുമെന്ന് സുലാഫ ശപഥം ചെയ്തു. മാത്രല്ല സുലാഫ പറഞ്ഞു, എനിക്ക് ആ തല അങ്ങോട്ട് കൊടുന്നാലേ ഇന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ആ ആൺകുട്ടി കണ്ട് തരുന്ന. ഇതങ്ങോട്ട് കേട്ടപ്പോ മുശ്രിക്കുകളുടെ ഇളക്കി. സുലാഫ സ്വത്തുണ്ട്, കണ്ടമാനം സ്വത്തുണ്ട്, ഇത് മൊത്തം കിട്ടുമെന്ന പ്രതീക്ഷയും എവിടെ ആസിമി എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കലായി. പിന്നെ ആ ഒരു സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറു സംഘത്തെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് പറഞ്ഞയക്കുന്നത്. ദീനി പ്രചരണ ദൗത്യവുമായിട്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കുന്നത്. അവരുടെ നേതാവായിട്ട് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഈ സംഘം ഇങ്ങനെ ഒരു അപരിചിതമായ സ്ഥലത്തു കൂടെ പോവാണ്. പെട്ടെന്ന് ആ നാട്ടുകാർ വളഞ്ഞു. അള്ളാഹുവിന്റെ ദീന്റെ ശത്രുക്കള് ഒരൊറ്റടിക്കിട്ട് വളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് കീഴടങ്ങിക്കളി, അല്ലെങ്കിൽ ഞങ്ങളെ നാടാണിത്, നിങ്ങൾ കുറച്ച് വിരലെണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ, ഞങ്ങൾ ഈ നാട്ടുകാർ മൊത്താണ്, നിങ്ങളെ തലപ്പ പോവും, ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് കീഴടങ്ങിക്കളിയാണ്. അതിൽ ആസിം റളിയല്ലാഹു പറഞ്ഞു, ഭയങ്കര ഈമാന്റെ കൊട്ടല്ലേ. ആസിം റളിയല്ലാഹു പറഞ്ഞു, എടാ ഇങ്ങക്ക് കീഴടങ്ങി, ഞാൻ നിങ്ങളേറ്റ് പോരാടും, ഞങ്ങൾ നിങ്ങളേറ്റ് പോരാടുന്ന. അതാണ് ആൾബലല്ല വിഷയം, ആദർശാണ് വിഷയം. ആരുണ്ട് എന്നതല്ല, നമ്മളുണ്ട് എന്നതാണ് വിഷയം. ആരുണ്ട് എന്നതല്ല, അയാളുണ്ടോ ഇയാളുണ്ടോ അത് ആദർശത്തിൽ വിഷയമല്ല. നമുക്ക് ഈമാണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അയാളുണ്ടോ, അയാൾക്കല്ല തൗഫീഖ് നൽകിയിട്ടുണ്ടാവും, അയാളില്ലേ തൗഫീഖ് നൽകിയിട്ടില്ല, നമ്മൾ വിചാരിച്ചോലൊന്നും ലിസ്റ്റിൽ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കരുത്. നമ്മൾ വിചാരിച്ചു അയാളൊക്കെ എന്തായാലും ഉണ്ടാവൂലേ, അങ്ങനെയല്ല ലിസ്റ്റ് ഉണ്ടാവുക. അള്ളാന്റെ ലിസ്റ്റ് ഉണ്ട്, കഴിച്ചിലാവും, പെട്രോളിൽ പെടും. എൻ്റെ ഒരു ഉസ്താണ്ടായിരുന്നു മലിക്കുസ്താദ്, അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. രാത്രി ഇരുന്ന് അങ്ങനെ കരയും, മക്കളൊന്നുമില്ല, 50 കൊല്ലം ദർസ നടത്തിയ മഹാനാണ്. ആ ഉസ്താദ് രാത്രി ഇരുന്ന് അങ്ങനെ കരയും. എന്തിനാ കരയണെന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോ, എടാ അബ്ദുൽ മലിക്ക് സ്വർഗത്തുക്കുള്ള ലിസ്റ്റിലുണ്ടോന്ന് ആർക്കറിയും എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് മഹാനായ മലിക്കുസ്താദ്, അള്ളാഹു ഒരു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതാണ് മുൻഗാമികളുടെ രീതി എന്ന് പറയേണ്ടത്. അല്ല ഞാനൊക്കെ കഴിച്ചിലായില്ലെങ്കിൽ പിന്നെ ആര് കഴിച്ചിലാകാനാ എന്ന മട്ടിലാ ഓരോരുത്തരെ നടത്താം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ റഹ്മത്തുണ്ട് ഇറങ്ങണം.
അത് ആർക്കും ഓശാനം കിട്ടുന്ന സംഭവമല്ല. അത് അവനാന്റെ പോക്കിത്തരം കൊണ്ട് കിട്ടൂല. അള്ളാന്റെ നിഅമത്ത് കൊണ്ട് വർഷിക്കണം, റഹ്മത്തിന്റെ കിട്ടണം. അള്ളാഹ് നമ്മളെ കഴിച്ചിലാക്കി തരട്ടെ, ആമീൻ. അപ്പൊ ആസിം റളിയല്ലാഹു ചെറുസംഘല്ലേ എന്നൊന്നും വിചാരിച്ചില്ല. നാട്ടുകാർ ഒന്നിച്ചാ വന്നത്. തല പോകുന്ന ഉറപ്പാണ്. പക്ഷേ ആസിം റളിയല്ലാഹു വാളും കിട്ടു ഊരി. എടാ, ഈ ദീന് നിങ്ങൾ കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് ശരിയാ, പക്ഷേ ഞങ്ങൾ ജീവനുള്ള കാലത്ത് നിങ്ങൾക്ക് കീഴടങ്ങാനുള്ള പ്രശ്നമില്ല, ഞങ്ങൾ നിങ്ങളെ യുദ്ധം ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആസിം റളിയല്ലാഹു വാളം കെട്ടൂരി. എന്നിട്ട് അപ്പൊ ആസിം റളിയല്ലാഹു ഓർത്തു, സുലാഫ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇന്റെ തല പോയാ ആസിം റളിയല്ലാഹുവിന്റെ തല കെട്ടി എടുത്തുകാണ്ട് ഒരാൾ സുലാഫക്ക് കൊടുക്കുകയാണെങ്കിൽ ഓളെ സ്വത്ത് മൊത്തം അയാൾക്കാണ്. അപ്പോ ആസിം റളിയല്ലാഹു അത് ഓർമ്മ വന്നു. മൂപ്പരെ തല എടുത്ത് കൊണ്ടുപോകുന്ന ആസിം റളിയല്ലാഹുവിന് ബോധ്യം വന്നു. അപ്പൊ ആസിം റളിയല്ലാഹു ആ സമയത്ത്, പഠിച്ചോനെ, എന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിതാ ഇവരുമായി യുദ്ധത്തിനിറങ്ങുകയാണ്. എന്റെ മയ്യത്ത് പഠിച്ചവനെ ഇവർക്ക് തൊടാൻ കൊടുക്കരുത് റബ്ബേ. ആലോചിക്കണം, കിതാബിലുള്ളതാ, ആയിരക്കണക്കിന് കിതാബിൽ ഈ സംഭവം ഉണ്ട്. ആസിം റളിയല്ലാഹു ദ്വാരക്കാണ്, പഠിച്ചോനെ, ഞാൻ ഷഹീദായി കഴിഞ്ഞാൽ ഇന്റെ തലെടുത്ത് കൊണ്ടുപോകാൻ ആളുകൾ വരിക്കാണ്. പഠിച്ചോനെ, ഇന്റെ ശരീരം ഒരു മുശ്രിക്കിനെ കൊണ്ട് തൊടിക്കരുത് റബ്ബേ. ഇന്റെ ശരീരം അവർക്ക് കൊടുക്കരുത് റബ്ബേ. ഞാൻ നിന്റെ ദീനിനെ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെ നീ സംരക്ഷിക്കണേ റബ്ബേ എന്ന് മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം. ആസിമിനെ സാബിത്ത് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ, പഠിച്ചോനെ, നിന്റെ ദീനിനെ ഞാൻ സംരക്ഷിച്ച പോലെ എന്റെ ശരീരത്തെയും നീ സംരക്ഷിക്കണമേ. ഈ ശത്രുക്കൾക്ക് എന്റെ ശരീരത്തെ നീ കൊടുക്കരുതേ. എന്റെ തലെടുത്ത് കൊണ്ടുപോയി സുലാഫക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവര്. പഠിച്ചോൻ, എന്റെ ശരീരത്തെ ഓൽക്ക് കൊടുക്കരുത് റബ്ബേ എന്നങ്ങ് ദുആ ചെയ്തു. മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അഭിനന്ദനായ മുസ്തഫ ഉദവിയാക്കോട് അൽഹംദുലില്ലാഹ് എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ആസിം റളിയല്ലാഹു ഷഹീദായി. ശത്രുക്കൾ അറിഞ്ഞപ്പോ ഓടി വന്നു ഈ ശരീരം എടുക്കാൻ വേണ്ടിയിട്ട്, ശരീരം പീസാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ തലയോട്ടിയേറ്റ് സുലാഫന്റെ അടുത്തേക്ക് ചെന്നാല് സുലാഫ തലയോട്ടിയിൽ കള്ള് പറന്ന് കുടിക്കാൻ കാത്തുക്കണം. അങ്ങനെ തലയോട്ടിയിട്ടാണ് ചെന്നാൽ സുലാഫന്റെ സ്വത്ത് മൊത്തം ആ വ്യക്തിക്ക് കിട്ടും. അപ്പോ മുശ്രിക്കീങ്ങൾ ഓടിങ്ങിട്ട് വന്നു ആരടുത്തേക്ക്? മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിനടുത്തേക്ക്. അവർ ഷഹീദായി വീണ് കിടക്കുകയാണ്. അപ്പോ മുശ്രിക്കീങ്ങൾ ഓടിങ്ങിട്ട് വന്നു. ഓടി വന്ന് നോക്കുമ്പോ മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ അടുത്ത് മുഴുവൻ തേനീച്ചക്കൂട്ടം. ഇത് കിതാബിലുണ്ട്, ഇത് കിതാബുകളിലുണ്ട്. ആസിം റളിയല്ലാഹുവിന്റെ ശരീരത്തിന് ചുറ്റും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് തേനീച്ച. അടുക്കാൻ കഴിയുന്നില്ല. നമ്മളിത് പറയുമ്പോഴേ തേനീച്ചയെന്ന് വിചാരിക്കും. 3 ദിവസം മുമ്പാണ് ആയിരക്കണക്കിന് തേനീച്ച കുത്തിയിട്ട് 20 ചില്ലറ വയസ്സുള്ള ഒരു ചെക്കൻ സ്വാബിർ എന്ന് പറയുന്ന, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ, പെടഞ്ഞു മരിച്ചത്. ചില്ലറ സാധനല്ല തേനീച്ച. 1500 കൊല്ലം മുമ്പ് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് ചുറ്റും ലക്ഷക്കണക്കിന് തേനീച്ച പറന്നുവെന്ന് അഇമ്മത്ത് കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. തേനീച്ച ചില്ലറ സംഭവമല്ല, അത് മലന്തേനീച്ചയാണ് വന്നത്. ശരീരത്തിൽ ഒരു പോയിന്റ് ഞാൻ കുത്താത്ത്. അല്ലാഹു സഹോദരൻ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അല്ലാഹു ഓരോന്ന് കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആസിം റളിയല്ലാഹു അൻഹു ദ്വാരുന്നത്
പടച്ചോനെ ഞാനിവിടെ ഷഹീദായ ഇന്റെ തല പീസാക്കിയിട്ട് സുലാഫിന്റെ അടുത്ത് കൊണ്ടുപോകാൻ നിൽക്കണ് വരും. എന്റെ തടി റബ്ബേ ഇജ്ജ് മുശ്രിക്കീങ്ങൾക്ക് കൊടുക്കരുത് റബ്ബേ. എന്റെ ശരീരം അവരെ കയ്യിലെത്തിക്കരുത് റബ്ബേ. പടച്ചോനെ നിന്റെ ദീൻ ഞാൻ സംരക്ഷിച്ച പോലെ, ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ച പോലെ റബ്ബേ എന്റെ ശരീരത്തെയും നീ സംരക്ഷിക്കണേ അല്ലാ എന്ന് ആസിം റളിയല്ലാഹു ഷഹീദാകുന്നതിന് മുമ്പ് ദുആ ചെയ്തു. അല്ലാഹു ആ ദുആക്ക് ഇജാബത്ത് നൽകി. തേനീച്ച കൂട്ടം കണ്ടു വന്ന് ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങൾ വന്നിട്ട് മയ്യത്ത് തൊടാൻ കഴിയണില്ല. തേനീച്ച കുത്ത ഓടി. 1500 കൊല്ലം മുമ്പാണ് ഈ തേനീച്ച കുത്തുണ്ടത്. 2025 തേനീച്ച കുത്തുണ്ട്. ഇപ്പോഴും മരണം വരെ നടന്നു. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് ഞാൻ ആ പറയുന്നത്. തേനീച്ച ചില്ലറ പട്ടാളല്ലാന്ന്. തേനീച്ച അള്ളാഹുവിന്റെ പട്ടാളാണ്. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അള്ളാഹ്ക്ക് പട്ടാളങ്ങളുണ്ട്. എല്ലാ ലോകത്തും പട്ടാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പട്ടാളാണ് തേനീച്ച. ആ പട്ടാളത്തെയാണ് അള്ളാഹ് വിട്ടത് ആസിം റളിയല്ലാഹുവിന്റെ ശരീരം, തിരു ശരീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി. തൊടാൻ പറ്റിയില്ല. അതിൽ ഓല് പറഞ്ഞ്, കാരണം സുലാഫന്റെ സ്വത്ത് മൊത്തം കിട്ടല്ലേ. ഓല് പറഞ്ഞ് നമുക്ക് അങ്ങനെ പോണ്ട, നമ്മൾ രാത്രി വരെ കാത്തുക്കുക, രാത്രി ആവുമ്പോ തേനീച്ച പോകുന്നത്. പക്ഷെ രാത്രിയായപ്പോ ഭയങ്കര മഴ, അതിശക്തമായ മഴ. ആ മഴയിൽ മഹാനായ ആസിം റളിയല്ലാഹുവിന്റെ ശരീരം അല്ലാഹു മറവ് ചെയ്തു. ഇവരറിയാത്ത സ്ഥലത്ത് ഒലിച്ചു പോയി. അല്ലാഹു മറവ് ചെയ്തു. മുശ്രിക്കീങ്ങൾക്ക് ആ ശരീരം കിട്ടിയില്ല. ഇതാണ് ദുആ. ഇതാണ് ദുആ. ആദർശത്തിന് വേണ്ടി നിൽക്കുമ്പോ അള്ളാഹുവിന്റെ സഹായം നേരിറങ്ങുകയാണ്. വലഖദ് നസറക്കുമുല്ലാഹു ബി ബദർ വഅൻതും അദില്ല. അവിടെയാണ് പോയിന്റ്. വഅൻതും അദില്ല. ആദർശമുള്ള ചെറുസംഘമാണ് നിങ്ങൾ. നിങ്ങള് തവക്കുലിന്റെ മഹാസ്തംഭങ്ങളായാണ് ബദറിൽ വന്നിട്ടുള്ളത്. മുതവക്കിലീങ്ങളാണ് നിങ്ങൾ. ദുന്യവിയായ ഒരു ചുക്കും നിങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. അങ്ങനെ വന്ന ആൺകുട്ടികളാണ് നിങ്ങൾ. നിങ്ങളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ. ബദറിൽ ഏറ്റെടുത്തു. എന്തുകൊണ്ട്? അന്തും അതില്ല. ദുന്യാവിന്റെ 1% നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് അത് കയറിയതാണ് പ്രശ്നം. അതിന്റെ ശതമാനം കൂടിയതാണ് പ്രശ്നം. അതൊരു പൊടി വാന്തും അതില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥത ഒരു പൊടി ദുന്യാവ് കയറാത്ത 313 മഹാരഥന്മാർ. അതുകൊണ്ടാണ് ഏമലും അശിത്തും നിങ്ങൾ എന്താ ചെയ്തോളി എന്ന് ലോകത്ത് അതുല്യ വിഭാഗം. അങ്ങനെ അല്ലാഹ് പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുത്ത, സനത് കൊടുത്ത ഒരൊറ്റ വിഭാഗം അത് ബദരീങ്ങളാണ് റളിയല്ലാഹു അൻഹും. അവരൊക്കെ വഴിയിലാണ്, അവരൊക്കെ വെളിച്ചം കാണിച്ച രീതിയിലാണ് മഹാനായ അർമിയ ഉസ്താദ് വെളിച്ചം കാണിച്ചത്. മഹാനായ അർമിയ ഉസ്താദ് വെളിച്ചം കാണിച്ചത്. അതുകൊണ്ടാണ് വെയ്യാത്ത സമയത്തും മുഷാവറയെ ബഹുമാനിച്ചുകൊണ്ട് വീൽ ചെയറിൽ മുഷാവറയിൽ പങ്കെടുത്തത്. ആ മുഷാവറയോടുള്ള ബഹുമാനം, ആരൊക്കെ ഇരുന്ന കസാരയാണത് എന്ന ബോധം, എന്ന ചിന്ത, അതിന്റെ ഗൗരവം. അതുകൊണ്ടാണ് വെയ്യാതെ ഇരിക്കുമ്പോഴും മുഷാവറയിൽ പങ്കെടുത്തത്. കാരണം അവരെ മുഷാവറയിൽ ചേർക്കുന്നത് മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദാ. ഇവരൊക്കെ മദദ് അല്ലാഹു നമുക്ക് തരട്ടെ. ഇപ്പൊ പലയിടത്തും മഹാന്മാരുടെ നേർച്ചകൾ ആണ്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മുട്ടിച്ചിറ നേർച്ചടക്കാണ്. മഹാനായ CM വലിയുള്ളാഹിയുടെ അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നേർച്ചടക്കാണ്. നോമ്പ് 28-ന് ചേറുശ്വാലാക്കൾ നേർച്ചടന്നു. ഇങ്ങനെ മഹാരഥന്മാർ ചുറ്റുഭാഗം കിടക്കുന്നുണ്ട്. അവരെ മദദ് നമുക്ക് കിട്ടണം. അതിന് അവരെ തസറുഫാത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്, ഇവരുടെ അടുത്തേക്ക് വരുന്നത്. ഇവരെ ആണ്ടിനെ ബഹുമാനിച്ചുകൊണ്ട് എത്തുമ്പോൾ അതിന്റെ സവിശേഷമായ പവർ നമുക്ക് കിട്ടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തെ നമ്മളൊക്കെ സ്നേഹിക്കണം, നമ്മളൊക്കെ ഏറ്റെടുക്കണം. എന്തിന്? അർമിയ ഉസ്താദ് ഉണ്ടാക്കിയ സ്ഥാപനമായതുകൊണ്ട്. എന്തിന് സ്നേഹിക്കണം? അർമിയ ഉസ്താദ് ഉണ്ടാക്കിയ സ്ഥാപനമായതുകൊണ്ട്. എന്തിനുണ്ടാക്കി? ഈമാൻ കൊണ്ട് സ്ഥാപിച്ച ദീൻ ആഖിറത്തെ ലക്ഷ്യീകരിച്ചു ഉണ്ടാക്കിയ സ്ഥാപനമാണിത്. അതിനെ നമ്മൾ സഹായിക്കണം, അതിന് ഖിദ്മത്ത് എടുക്കണം,
അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഭിവന്ദനായ നമ്മുടെ എല്ലാം ആത്മീയ നേതൃത്വം മഹാനായ അള്ളാഹുവിനെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അവർ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.